കോവിഡ് കാലത്ത് നമ്മളെ എന്തുമാത്രം ബുദ്ധിമുട്ടി അവരെ ഒന്ന് മാനേജ് ചെയ്യാൻ അല്ലേ. പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിനുള്ളിൽ തളച്ചിട്ട അവസ്ഥയായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താ കോവിഡ് കൊണ്ട്? നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളെ പുറത്തിറക്കാതെ വീട്ടിനുള്ളിൽ വെച്ച് വളർത്താൻ പറ്റില്ലെന്ന് അല്ലേ. ഈ വേനലവധിയുടെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ചൂട് കാലത്ത് നമുക്ക് എവിടെയും പോകാം. ഈ സൺബേൺ ഉണ്ടാകുന്ന അവസ്ഥയിൽ പുറത്തിറങ്ങി നിൽക്കുന്നത് ഒഴിച്ചാൽ നമുക്ക് ഈ വേനലവധിക്കാലത്ത് തണുപ്പുള്ള സ്ഥലത്തേക്ക് നമ്മളെങ്ങനെ വേനലവധിക്കാലത്തിലെ നമ്മൾ മൂന്നാറിലേക്കോ വയനാട്ടിലേക്കോ കൊടൈക്കനാലിലേക്കോ ഊട്ടിയിലേക്കോ ഒക്കെ യാത്ര പോകുന്നത്, അല്ലെങ്കിൽ കുളു മണാലിയിലേക്ക് പോകുന്നു, ഷിംലയിലേക്ക് പോകുന്നു. അങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയമാണല്ലേ. വേനലവധിക്കാലത്താണ് നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പലപ്പോഴും വേനലവധിക്കാലത്ത് സമ്മർ ക്യാമ്പിലൊക്കെ പോകുന്നുണ്ട്. സമ്മർ ക്യാമ്പിലൊക്കെ എന്താ കൂടുതലും ആക്ടിവിറ്റീസാണ്. പുറത്തിറങ്ങിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു. അപ്പം വെയിൽ അധികം ഇല്ലാതെ തണലുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേസമയം മഴക്കാലത്താണ് വെക്കേഷനെങ്കിലൊന്ന് ചിന്തിച്ച് നോക്കൂ, കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? നമ്മൾ അവരുടെ സേഫ്റ്റിയെ കരുതിയാണ് മഴക്കാലത്ത് അവധി വേണമെന്ന് നമ്മൾ താല്പര്യപ്പെടുന്നതെന്ന് വെച്ചോ. എത്രത്തോളം സേഫായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത്? വീട്ടിനകത്ത് ഇരുന്നത് കൊണ്ട് അവർ സേഫായോ? അവരുടെ ഒരു മാനസികോല്ലാസം കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ, അവരുടെ മനസ്ഥിതി കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ. അവർ എത്രത്തോളം ഹാപ്പി ആയിരിക്കും വീടിനുള്ളിൽ മഴക്കാലത്ത് ഇരുന്ന് പോകുന്നത്. നമുക്ക് വേനലവധിക്കാലത്തൊക്കെ വെയിലാറുമ്പം വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങിപ്പോയി കളിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പോലും നമുക്ക് ഈ മഴക്കാലത്ത് കളിക്കാൻ പറ്റില്ല.